ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓർ CSR. CSR is a self-regulatory mechanism whereby a business monitors and ensures its active compliance with the amount of the law, ethical standards and national or international norms. CSR is how companies manage their business to produce an overall positive impact on society. According to the United Nations Industrial Development Organization (UNIDO), corporate social responsibility is a management concept whereby companies integrate social and environmental concerns in their business operations and interactions with the stakeholders. Wealth created from society has to be plowed back into the society, according to the words of Gandhiji. Corporate social responsibility is no philanthropy. It is not a charity. It is an investment in our collective future, according to the words of Dr. Manmohan Singh. ആദ്യം നമുക്ക് എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കാം. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ആ വേർഡിൽ തന്നെ എന്തുണ്ട്, അതിൻ്റെ മീനിങ് ഉണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വൻകിട കമ്പനീസ് ആണ് അല്ലേ, വലിയ തരത്തിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ വൻകിട കമ്പനീസ് ആണ് കോർപ്പറേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. സോഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സൊസൈറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി എന്താണ്, ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പോൾ വൻകിട കമ്പനീസിന് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷന് സൊസൈറ്റിയോട് എന്തുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. അതായത് കോർപ്പറേറ്റ് കമ്പനീസിൽ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിലെ സൊസൈറ്റിയോട്, സമൂഹത്തോട് എന്തുണ്ട്, ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അത്തരം ഉത്തരവാദിത്തങ്ങളെ, റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റുന്നതിനെ നമുക്ക് എന്ത് പറയാം, CSR അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. എന്തുകൊണ്ടാണ് അത്തരം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പറയാൻ കാരണം, നമുക്കറിയാം പല വൻകിട കമ്പനീസും പല ബിസിനസ് ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ സൊസൈറ്റിയിലെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് നമുക്കറിയാം പല ഓർഗനൈസേഷൻസും ബിസിനസ് ഓർഗനൈസേഷൻസും എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, സൊസൈറ്റിയിലെ പലതരത്തിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, പലതരത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ബിസിനസ് ഓർഗനൈസേഷനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സൊസൈറ്റിയിലേതായിട്ടുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതായത് വെള്ളം, അതേപോലെ തന്നെ വായു, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പല രീതിയിലുള്ള വിഭവങ്ങളും ആരുപയോഗിക്കുന്നുണ്ട്, സൊസൈറ്റിയിൽ നിന്നും ഈ വൻകിട കമ്പനീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയിലെ തന്നെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വൻകിട കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പം അത്തരം പ്രോഫിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം ആർക്കും കൂടി അവകാശപ്പെട്ടാണ്, ഈ സൊസൈറ്റിക്കും കൂടി അവകാശപ്പെട്ടാണ് അല്ലേ. എന്തുകൊണ്ടാണ്, സൊസൈറ്റിയിലുള്ള പലതരം വിഭവങ്ങളും ഈ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, ലാഭങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയിലെ കുറേ വിഭവങ്ങൾ അവരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് ഉപയോഗിക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വൻകിട കമ്പനീസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവർ പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രോഫിറ്റ് നേടുമ്പോൾ അതിലൊരംശം എന്ത് വേണം, ഈ സൊസൈറ്റിയിലേക്ക് തന്നെ തിരിച്ചു നൽകണം. അപ്പോൾ സൊസൈറ്റിയിലേക്ക് തന്നെ തിരിച്ചു നൽകുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിലൊരു പ്രോബ്ലമാണ് എന്ത്, പോവർട്ടി എന്ന് പറയുന്നത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റി ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ എന്താണ്, സൊസൈറ്റി ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ്, ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. ഇത്തരം സോഷ്യൽ പ്രോബ്ലംസ് കണ്ടെത്താൻ വേണ്ടിയിട്ടും അത്തരം സോഷ്യൽ പ്രോബ്ലംസിനെ സൊല്യൂഷൻ കണ്ടെത്താൻ, പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടും കമ്പനീസ് മുന്നിട്ടിറങ്ങുകയും കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അത്തരം പ്രോബ്ലംസിൻ്റെ പരിഹാരം കണ്ടെത്താൻ, സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയാം. നമ്മൾ പല ന്യൂസുകളും കേൾക്കാറുണ്ട് അല്ലേ, പല വൻകിട കമ്പനീസും പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യുക, അല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം സ്പോൺസർ ചെയ്യുക, കല്യാണം നടത്തി കൊടുക്കുക, അങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയാം. പലതരം കമ്പനീസിൻ്റെയും പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ആർക്കുള്ളതാണ്, സൊസൈറ്റിക്കുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് പല കാര്യങ്ങളും
കമ്പനീസ് ഏറ്റെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് നേടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് നേടുമ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരു അംശം കമ്പനി എന്ത് ചെയ്യണം, സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടിയിട്ട്, സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്, പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കണം. അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ആ കമ്പനിയിൽ, ആ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാണ്, കമ്പനി ജോലി കൊടുക്കുകയാണ്. ഇത്ര 1000 ആൾക്കാർക്ക് കമ്പനി ഈ ഫ്രീ ആയിട്ട് ജോലി പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ ജോലി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താണല്ലേ. അതും എന്തായിട്ട് പറയാം, നമുക്ക് CSR ആണെന്ന് പറയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനി സൊസൈറ്റിയോട് നിറവേറ്റേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തം ഉണ്ട്. അത്തരം ഉത്തരവാദിത്തങ്ങളെ നമുക്ക് എന്താ പറയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. പലതരം സോഷ്യൽ പ്രോബ്ലംസ്, സൊസൈറ്റിയിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് കണ്ടെത്തുകയും അത് സോൾവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കമ്പനി മുന്നോട്ടിറങ്ങുകയും കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയാം. ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗാന്ധിജി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്, സൊസൈറ്റിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്തിനെ, സമ്പത്തിനെ എന്ത് ചെയ്യാണ്, അത് സൊസൈറ്റിയിലേക്ക് തന്നെ തിരിച്ചു നൽകുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ ഗാന്ധിജി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെന്താണ്, കമ്പനീസ് പലതും എന്താണ് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ നിന്നാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. സൊസൈറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്, സൊസൈറ്റിയിലെ പല വിഭവങ്ങളും റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലതരം കമ്പനീസ് എന്ത് ചെയ്യുന്നത്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യണം, സൊസൈറ്റിയിലേക്ക് തിരിച്ചു നൽകണം. ശരിക്കും നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണ് എന്താണ്, ഈ സൊസൈറ്റിയിൽ നിന്നാണ് കമ്പനീസ് എന്ത് ചെയ്യുന്നത്, എല്ലാം കടം വാങ്ങുന്നത്. അപ്പോൾ കടം വാങ്ങുന്നതെല്ലാം കമ്പനി എന്ത് ചെയ്യണം, സൊസൈറ്റിയിലേക്ക് തിരിച്ചു നൽകണം. എല്ലാം തിരിച്ചു നൽകണം എന്ന് പറയുന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരംശം എന്ത് ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരെ ചിലവഴിക്കണം. ഡോക്ടർ മൻമോഹൻ സിംഗ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇറ്റ്സ് നോട്ട് എ ഫിലാന്ത്രോപ്പി. അതായത് ഇതൊരു കാരുണ്യപരമായിട്ടുള്ള കാര്യമല്ല, ഒരു കാരുണ്യ പ്രവർത്തനമല്ല, ഇതൊരു ചാരിറ്റി അല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എല്ലാവരുടെയും ഭാവി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. അതായത് ഇതൊരു കാരുണ്യപരമായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് സൊസൈറ്റിയിൽ നിന്ന് പലതരത്തിലുള്ള വിഭവങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, സൊസൈറ്റിയിൽ നിന്ന് അവർ പ്രോഫിറ്റ് നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, എല്ലാവരുടെയും ഭാവി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരെ സൊസൈറ്റിയിലേക്ക് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യണം. ഫസ്റ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് CSR. എന്തൊക്കെയായിരിക്കും നീഡ് ഓഫ് CSR കൊണ്ടുള്ള നീഡ് എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ്, ബെറ്റർ പബ്ലിക് image of the organization before the public or general public or customers. Each company should better its public image to secure more customers, better employees and higher profit. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു CSR ആക്ടിവിറ്റി ചെയ്യുകയാണ്. ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാണ്, പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിയിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു പബ്ലിക് ഇമേജ് ഉണ്ടായിരിക്കും. അത്തരം പബ്ലിക് ഇമേജ് സൊസൈറ്റിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കമ്പനി ഇത്ര ആളുകളെ സഹായിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കസ്റ്റമേഴ്സ് അറിയും. അപ്പോൾ കസ്റ്റമേഴ്സ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ, സൊസൈറ്റിയിലുള്ള ആൾക്കാർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്ത് ചെയ്യും, ആ കമ്പനിയെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും. നേരെ മറിച്ച് ആ കമ്പനി ഒന്നും ചെയ്യുന്നില്ല, ആരെയും സഹായിക്കുന്നൊന്നുമില്ല, അവരെന്ത് ചെയ്യാണ്, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അവരെ തന്നെ ചെലവഴിച്ച് പോവാണ്, അവർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും, സൊസൈറ്റി നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ആ കമ്പനിയിൽ നിന്നും ആരും എന്ത് ചെയ്യില്ല, കസ്റ്റമേഴ്സ് ഒന്നും ഒരിക്കലും സാധനങ്ങൾ വാങ്ങാനോ ഒന്നിനും തയ്യാറാവില്ല. നേരെ മറിച്ച് എന്തുണ്ടാവും, ഈ CSR ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവർക്കൊരു പബ്ലിക് ഇമേജ് ഉണ്ടായിരിക്കും, സൊസൈറ്റിയിലെ ഒരു നല്ലൊരു ഇമേജ് അവർ ഉണ്ടാക്കിയെടുക്കും. നെക്സ്റ്റ്, കൺവേർട്ട് റെസിസ്റ്റൻസ് ടു റിസോഴ്സസ്. റെസിസ്റ്റൻസ് മീൻസ് ഓൾ ദി ഡിഫെൻഡിങ് ആക്ടിവിറ്റീസ് ഫ്രം ദി പാർട്ട് ഓഫ് ദി സൊസൈറ്റി. Many protests against companies can be turned into resources if the authorities act at the proper time to deal with the public grievances and turn them into opportunities to improve public image. അതായത് കൺവേർട്ടിംഗ് ദി റെസിസ്റ്റൻസ് ടു റിസോഴ്സസ്.
റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എതിർപ്പാണ്. അപ്പോൾ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്നും ഈ കമ്പനിയോട് ഒരു എതിർപ്പുണ്ടാവും. അതായത് ബിസിനസ് ഓർഗനൈസേഷനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സൊസൈറ്റി എടുക്കുന്ന എല്ലാ മാർഗങ്ങളും അതിനെ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് എന്ന് പറയാം. സൊസൈറ്റിക്ക് ഈ ബിസിനസ് ഓർഗനൈസേഷനോട് ഒരു എതിർപ്പുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസിസ്റ്റൻസ് എന്ന് പറയാം. ആ റെസിസ്റ്റൻസിനെ, ആ എതിർപ്പിനെ നമ്മളൊരു റിസോഴ്സാക്കി മാറ്റുക. അതായത് ആ കമ്പനിയുടെ റെസിസ്റ്റൻസിനെ, എതിർപ്പുകളെ നമ്മൾ എന്താക്കി മാറ്റുക? നമ്മളുടെ അസറ്റാക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിസോഴ്സ് ആക്കി മാറ്റുക. അപ്പോൾ സൊസൈറ്റിയെ ഈ CSR ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിട്ട് മാറും? ആ സൊസൈറ്റിക്ക് നമ്മളോടുള്ള ആ എതിർപ്പിനെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ നമുക്ക് നമ്മളുടെ അസറ്റാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ സൊസൈറ്റിക്ക് നമ്മളോട് ഒരു എതിർപ്പുണ്ട്, കമ്പനിയോട് ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പ് മാറ്റാൻ തീർച്ചയായിട്ടും എന്തുകൊണ്ട് സാധിക്കും? ഈ CSR ആക്ടിവിറ്റി കൊണ്ട് സാധിക്കും. അപ്പോൾ CSR ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ആ സൊസൈറ്റിയെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് എന്തുണ്ടായിരിക്കും? നമ്മളോടുള്ള ആ എതിർപ്പ് മാറിയിട്ട് എന്തായിട്ട് മാറും? അവർക്ക് നമ്മളോട് ഒരു നല്ലൊരു പബ്ലിക് ഇമേജ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അവരുടെ ആ റെസിസ്റ്റൻസിനെ നമ്മളുടെ ഒരു അസറ്റാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു റിസോഴ്സ് ആക്കി മാറ്റാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കും? ഈ CSR ആക്ടിവിറ്റി കൊണ്ട് സാധിക്കും. Next, long-term business interest. Social problems the society faces can be solved by the innovative ability of the management. A better environment provides the company better chances of increasing profit in the long run. അതായത് മാർക്കറ്റിലെ ലോങ് ടേം എക്സിസ്റ്റൻസ് ആണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ആഗ്രഹിക്കുക. അതായത് കുറേ കാലം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരിക്കും എല്ലാ ഓർഗനൈസേഷൻസും ആഗ്രഹിക്കുക. അല്ലാണ്ട് ഇന്ന് തുടങ്ങിയിട്ട് 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ ഇത് പൂട്ടി പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ആരും ഉണ്ടായിരിക്കില്ല, ബിസിനസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു ലോങ് ടേം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. കുറേ കാലം ഇത് മുന്നോട്ട് പിടിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന കമ്പനീസ് ആയിരിക്കും. അത്തരം കമ്പനീസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സൊസൈറ്റി തന്നെ ഈ കമ്പനിയെ ഏറ്റെടുത്തുകൊള്ളും. നേരെ മറിച്ച് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ പൂട്ടിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്ന കമ്പനീസ് ആണെങ്കിൽ അവരൊരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? CSR ആക്ടിവിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. Next, avoid government interventions. When companies fail to control their activities, the government may intervene. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇടപെടലുകളെ കുറച്ച് കൊണ്ടുവരാൻ എന്തുകൊണ്ട് സാധിക്കും? അവോയ്ഡ് ചെയ്യാൻ ഈ CSR ആക്ടിവിറ്റി കൊണ്ട് സാധിക്കും. അതായത് ഒരു CSR ആക്ടിവിറ്റി ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഗവൺമെൻറ് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഇതൊന്നും ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. അത് കമ്പനിയെ മോശമായിട്ട് ബാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് എയിംസ് അറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. അതായത് ചുറ്റുപാടുകളെ, സൊസൈറ്റിയിലെ ചുറ്റുപാടുകളെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എയിം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എൻഷ്യൂർസ് റെസ്പെക്റ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിന് ഏതിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഈ CSR ആക്ടിവിറ്റിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് റിസൾട്ട്സ് ഇൻ അവോയ്ഡിങ് ബ്രൈബറി ആൻഡ് കറപ്ഷൻ. കൈക്കൂലി കൊടുക്കുന്നത് വാങ്ങുന്നത്, അതേപോലെ തന്നെ അഴിമതികളെ കുറച്ച് കൊണ്ടുവരാൻ ഇത് ഏതിലൂടെ സാധിക്കും? അവോയ്ഡ് ചെയ്യാൻ ഈ CSR ആക്ടിവിറ്റിയിലൂടെ സാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഹാപ്പിനെസ് ഫീലിങ്സ് ടു എംപ്ലോയീസ്. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ഹാപ്പിനെസ് ഫീലിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഈ CSR ആക്ടിവിറ്റി കൊണ്ട് സാധിക്കും. ഇറ്റ് ഗിവ്സ് എ ചാൻസ് ടു ഓൾ എംപ്ലോയീസ് ടു കോൺട്രിബ്യൂട്ട് ടുവാർഡ് സൊസൈറ്റി. സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എല്ലാ എംപ്ലോയീസിനും ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യും. ഏതിലൂടെ? ഈ CSR ആക്ടിവിറ്റിയിലൂടെ.